നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെണ്ണക്കണ്ണിന്റെ പെയിന്റിംഗ് ആണ് ചെയ്യുന്നത്. ഇതിന്റെ സ്കെച്ചിങ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കാണണം. ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണണം. കണ്ണന് ഓടക്കുഴൽ കിട്ടിയ കഥയാണ് ഇന്ന് പറയുന്നത്. ദേവകിയുടെ 7ാമത്തെ ഗർഭം മഹാവിഷ്ണു യോഗശക്തിയാൽ വസുദേവരുടെ ആദ്യ ഭാര്യയായ രോഹിണിയിലേക്ക് മാറ്റിയിരുന്നു. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ പുരുഷന്മാർക്ക് ഒന്നിലധികം സ്ത്രീകളെ വിവാഹം ചെയ്യാമായിരുന്നു. രോഹിണി യശോദയുടെ സഹോദരിയുമായിരുന്നു. അങ്ങനെ രോഹിണിക്ക് ജനിച്ച ആ കുട്ടിയാണ് ബലരാമൻ അഥവാ ബലായുധൻ. രോഹിണിയുടെ കുഞ്ഞായ ബലരാമനും യശോദയുടെ കുഞ്ഞായ ശ്രീകൃഷ്ണനും ഒരുമിച്ച് ഗോകുലത്തിൽ കളിച്ചു വളർന്നു. 2 അമ്മമാരുടെ ലാളനകളാലും ഗോപസ്ത്രീകളുടെ വാത്സല്യം നിറഞ്ഞ പെരുമാറ്റത്താലും ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും ബാല്യം സന്തോഷം നിറഞ്ഞതായിരുന്നു. കണ്ണന്റെ കുസൃതികൾ വളരെ പ്രസിദ്ധമാണ്. വെണ്ണയും പാലും ഭഗവാന് ഏറെ ഇഷ്ടമാണ്. വെണ്ണ സ്വന്തം വീട്ടിലേതു കൂടാതെ അയൽ വീടുകളിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന് കൂടെയുള്ള കൂട്ടുകാർക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ നൽകുമായിരുന്നു. കണ്ണൻ എന്തിനാണ് വെണ്ണ മോഷ്ടിക്കുന്നതെന്ന് ചോദിച്ചാൽ പുഞ്ചിരി തൂകിക്കൊണ്ട് പറയും, നിങ്ങളും മോഷണമല്ലേ ചെയ്യുന്നത്? പാവം പശു അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ കറന്നെടുക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ തൈരും പാലും വെണ്ണയുമെല്ലാം ഉണ്ടാക്കുന്നത്. അതിനാൽ ഞാനും ഇതുപോലെ ചെയ്യും. അങ്ങനെ കണ്ണന്റെ കുസൃതികളിൽ പോലും ചില തത്വങ്ങൾ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ആടിയും പാടിയും തന്റെ ബാലലീലകളാൽ ഗോപസ്ത്രീകളെ തന്റെ കയ്യിലെടുക്കാനും സന്തോഷിപ്പിക്കാനും അവരെ ആകർഷിപ്പിക്കാനും കണ്ണൻ മിടുക്കനായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി കണ്ണൻ കളിച്ചു വളർന്നു. കംസൻ തന്റെ ഘാതകൻ ജനിച്ചിട്ടുണ്ട് എന്നറിഞ്ഞതു മുതൽ വല്ലാത്ത ഭീതിയിലാണ്. അതിനാൽ അക്കാലത്ത് ജനിച്ച ആൺകുട്ടികളെ കൊന്നെടുക്കുന്നതിനായി അദ്ദേഹം കുറെ രാക്ഷസന്മാരെയും രാക്ഷസിമാരെയും ചുമതലപ്പെടുത്തി. ഒരിക്കൽ നന്ദഗോപർ മധുരാപുരിയിൽ കപ്പം കൊടുക്കാനെത്തിയപ്പോൾ വസുദേവരെ കണ്ടു. നന്ദഗോപർ വസുദേവരോട് പറഞ്ഞു, നാട്ടിൽ ദുർനിമിത്തങ്ങൾ ധാരാളം കാണുന്നുണ്ട്. ശിശുമരണങ്ങൾ ധാരാളമായി കേൾക്കുന്നു. അതിനാൽ കുഞ്ഞിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. എത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും കണ്ണൻ ജനിച്ച വിവരം കംസൻ അറിയുകയും ഭഗവാനെ കൊല്ലുന്നതിനായി ഒരുപാട് രാക്ഷസന്മാരെയും രാക്ഷസികളെയും അമ്പാടിയിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ കണ്ണന്റെ മുൻപിൽ അവരെല്ലാവരും തോറ്റു. എല്ലാവരെയും കണ്ണൻ വധിച്ചു, മോക്ഷപ്രാപ്തി നൽകി. അമ്പാടിയിൽ കണ്ണന് നേരിടേണ്ടി വന്ന അനുഭവങ്ങളിൽ ഭയപ്പെട്ട് എല്ലാവരും വൃന്ദാവനത്തിലേക്ക് താമസം മാറി. മുലപ്പാൽ കൊടുക്കാനായി വന്ന രാക്ഷസിയും മരം കൊണ്ടുള്ള വണ്ടിയും കൊടുങ്കാറ്റും മരങ്ങൾ കടപുഴകി വീഴുന്നതുമെല്ലാം ഗ്രാമവാസികൾക്ക് അപശകുനങ്ങളായി തോന്നി. വൃന്ദാവനത്തിൽ എത്തിയതിനു ശേഷം ഒരു ദിവസം കണ്ണനും രാമനും മറ്റു ഗോപന്മാരെയും കൂട്ടി പുതിയ നാട് കാണാനായി ഇറങ്ങി.
കുറച്ചു ദൂരം പോയപ്പോൾ വഴി തെറ്റിപ്പോകുമോ, നമ്മളെ കാണാതെ അച്ഛനമ്മമാർ വിഷമിക്കുമോ എന്നോർത്ത് ഗോപന്മാർക്ക് പേടിയായി തുടങ്ങി. അപ്പോഴാണ് അടുത്തു നിന്നും മധുരമായ ഒരു ഓടക്കുഴൽ നാദം അവർ കേട്ടത്. ഈ നാദം എവിടെ നിന്ന് വരുന്നു എന്നറിയാൻ കണ്ണൻ വളരെ വേഗത്തിൽ ഓടിപ്പോയി. കണ്ണന് ആ നാദം വളരെയധികം ഇഷ്ടപ്പെട്ടു. കുറച്ചു ദൂരം പോയപ്പോൾ ഒരു മരച്ചുവട്ടിൽ ഒരു വേടബാലൻ ഇരുന്ന് ഓടക്കുഴൽ വായിക്കുന്നത് അദ്ദേഹം കണ്ടു. കണ്ണന് അത് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നി. ഏകദേശം തന്റെ പ്രായത്തിലുള്ള ആ വേടക്കുട്ടിയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് കണ്ണൻ ചോദിച്ചു, എന്താ നിന്റെ പേര്? എനിക്കും ഇതുപോലെ നല്ല നാദമുള്ള ഒരു ഓടക്കുഴൽ ഉണ്ടാക്കി തരുമോ? നിനക്ക് ഞാൻ ഇഷ്ടം പോലെ പാലോ വെണ്ണയോ തൈരോ ഒക്കെ തരാം. കണ്ണൻ തൊട്ടപ്പോൾ തന്നെ ആ വേടക്കുട്ടി ആകെ കോരിത്തരിച്ചു. ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പരമാനന്ദത്തിൽ ലയിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എന്റെ പേര് ജരൻ. ഞാൻ ഈ ഓടക്കുഴൽ ഉണ്ണിക്ക് തരാം. എനിക്ക് വേണമെങ്കിൽ വേറെ ഉണ്ടാക്കാമല്ലോ. ഇതിനു പകരമായി ഉണ്ണി എനിക്കൊന്നും തരണ്ട. ഇനി ഉണ്ണിയെ എന്നാണ് കാണുക? അത് കേട്ടപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഇപ്പോഴൊന്നും നാം തമ്മിൽ കാണില്ല. എന്തായാലും ഒരിക്കൽ കൂടി കാണും. പക്ഷെ അതിന് കുറെ കാലം കൂടി കാത്തിരിക്കണമെന്ന് മാത്രം. ജരൻ ഓടക്കുഴൽ കണ്ണന് കൊടുത്ത് നടന്നകന്നു. കണ്ണൻ ഓടക്കുഴലെടുത്ത് ഊതി. പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളും കാറ്റുമൊക്കെ ആ മധുരനാദത്തിൽ സ്വയം മറന്നു നിന്നു. ആ നാദം വൃന്ദാവനത്തിലേക്കും ഒഴുകിയെത്തി. എല്ലാവരും അവരവരുടെ പണി നിർത്തിവെച്ച് ആ നാദത്തിൽ മുഴുകി. ലോകം നിശ്ചലമായതറിഞ്ഞ് കൃഷ്ണൻ ചുണ്ടിൽ നിന്നും ഓടക്കുഴൽ എടുത്തു. അപ്പോൾ എല്ലാം സാധാരണ പോലെയായി. ഇതെല്ലാം കണ്ടു നിന്ന ബലരാമൻ ചോദിച്ചു, കണ്ണാ, ഒരിക്കൽ കൂടി കാണാമെന്ന് ആ വേടച്ചക്കനോട് പറഞ്ഞത് എന്തുകൊണ്ടാണ്? കണ്ണൻ അത് കേട്ട് പുഞ്ചിരിച്ചു. ത്രേതായുഗത്തിൽ ശ്രീരാമൻ ഒളിയമ്പെയ്ത് കൊന്ന ബാലിയുടെ പുനർജന്മമാണ് ഈ വേടച്ചെറുക്കൻ. കൃഷ്ണന്റെ ജീവിതാവസാന സമയത്ത് സ്വയം അറിയാതെയാണെങ്കിലും ഒളിയമ്പെയ്യാൻ വിധിക്കപ്പെട്ടവനാണ് ആ വേടച്ചെറുക്കൻ എന്നുള്ള ജന്മരഹസ്യം കൃഷ്ണന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ചിത്രകല ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മടിക്കരുത്. നന്ദി, നമസ്കാരം. താങ്ക് യു.